Hello friends, we will unboxing and reviewing Nikon D5300 budget DSLR camera. Mainly photography, videography, and YouTube videos create all features of this budget DSLR camera. So, we will camera unboxing video. Well friends, this is our budget DSLR Nikon D5300 model number. This is 18 to 55 mm VR kit lens. This is an offline way purchase. This is Amazon and Flipkart link in the description. Online you can get 36,000 available. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗും ലഭിക്കുന്നുണ്ട്. ഇതിന് സെൻട്രലായിട്ട് നമുക്ക് ക്യാമറയുടെ ബോഡി അതുപോലെ തന്നെ സൈഡിലായിട്ട് ലെൻസും അതുപോലെ തന്നെ ചാർജറും വെക്കാനുള്ള ഒരു ബാഗാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത പാടെ തന്നെ നമുക്ക് ഇതിന്റെ സ്കൂളിന്റെ ഒരു പേപ്പറാണ് കാണിക്കുന്നത്. അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ സ്കൂളിൻ്റെ പേപ്പറാണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇതിൽ നമ്മുടെ ക്യാമറയുടെ എല്ലാ മോഡും അതുപോലെ തന്നെ ISO, അപ്പാച്ചർ, ഷട്ടർ സ്പീഡിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഈ ഒരു യൂസർ മാനുവലിലുണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾ റീഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇനി നമുക്ക് ലഭിക്കുന്നത് ഒരു 16 GB മെമ്മറി കാർഡും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററുമാണ് ലഭിക്കുന്നത്. ഫ്രീ ആയിട്ടാണ് ഈ ഒരു ക്യാമറയ്ക്കപ്പുറം ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത് ഒരു സ്ട്രാപ്പാണ്. നിക്കോൺ എന്ന് എഴുതിയതിലുള്ള ഒരു സ്ട്രാപ്പാണ്, ക്യാമറൻ്റെ സ്ട്രാപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്ട്രാപ്പിനുള്ളത്. നമുക്ക് ഡയറക്റ്റ്ലി ക്യാമറയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ലഭിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയതാണ് ക്യാമറൻ്റെ ബോഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറൻ്റെ ബോഡി. അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് ഈ ഒരു ക്യാമറയുടെ ബോഡി ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോഡി. ഓക്കെ, സ്ക്രീന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അത്. കാരണം നമുക്ക് യൂട്യൂബ് വീഡിയോസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആകും. പിന്നെ അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഒരു ലെൻസാണ്. 18 to 55 mm VR കിറ്റ് ലെൻസാണ് നമുക്ക് ഇതിനോടൊപ്പം വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു എക്സ്ട്രാ ലെൻസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ തന്നെ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ നിക്കോണിൻ്റെ 18 to 55 mm ലെൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമുക്ക് ക്യാമറയുടെ ബോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ബാക്കി പാർട്ടൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ക്യാമറയും ലെൻസും ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അതിന് ടോപ്പ് ഊരുകയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ രണ്ടിൻ്റെയും ടോപ്പ് ഊരി ഞാൻ ജസ്റ്റ് ലെൻസ് ഒന്ന് എടുക്കുകയാണ്. അതിനുശേഷം ലെൻസിലുള്ള ഒരു വൈറ്റ് പോയിൻറ്റും ക്യാമറയിലുള്ള ആ ഒരു വൈറ്റ് പോയിൻറ്റും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടിഫൈ ചെയ്യുക. ആ രണ്ട് വൈറ്റ് പോയിൻറ്റും കണ്ടതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുക. അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോൾ അവിടെ ഫിക്സ്ഡ് ആയിട്ടുണ്ടാകും. ജസ്റ്റ് സൈഡ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ക്യാമറ. ടോപ്പെല്ലാം റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ക്യാമറ. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ഒന്ന് നോക്കാം. 24.2 മെഗാപിക്സൽ APS-C സെൻസറിനോടൊപ്പം XP4 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 39 AF പോയിൻറ്റ്സിനോടൊപ്പം 5 frames per second ആണ് ഇതിൽ നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. ഇതൊരു കിഡ്ലൻ ഫീച്ചറാണ് സ്ക്രീൻ റൊട്ടേറ്റിംഗ്. അതായത് നമുക്ക് ലൈവ് വ്യൂയിലേക്ക് മാറ്റിയതിന് ശേഷം സ്ക്രീനിലേക്ക് ക്യാമറ വരുത്തിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് ജസ്റ്റ് ക്യാമറ തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് തന്നെ ആ ഒരു ലെൻസിൻ്റെ ഫോക്കസ് പോയിന്റ് എല്ലാം നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജസ്റ്റ് ലൈവ് വ്യൂയിലേക്ക് മാറ്റിയതിന് ശേഷം സ്ക്രീനിൽ ആ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ ഫ്രണ്ട് സൈസിലാക്കി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മൈക്ക് സപ്പോർട്ടീവ് ആണ്. നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വൈഫൈയിലൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഏതൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ക്യാമറയുടെ വൈഫൈ ഓണാക്കി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നിങ്ങൾ കാർഡൊന്നും റിമൂവ് ചെയ്തിട്ട് ഫോണിൽ കയറ്റണമെന്നില്ല. ജസ്റ്റ് വൈഫൈയിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ബഡ്ജറ്റ് റേറ്റിലും ഇതിൻ്റെ താഴെ ഒരുപാട് ക്യാമറ ഉണ്ട്. പക്ഷേ അതിൽ മൈക്ക് സപ്പോർട്ടീവ് അല്ല. അതുപോലെ തന്നെ സ്ക്രീന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വൈഫൈയും ഇല്ല. പക്ഷേ ഇതേ ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിക്കോൺ D5300 എന്ന ഒരു ബഡ്ജറ്റ് DSLR ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ അതുപോലെ തന്നെ റിവ്യൂ വീഡിയോ അടുത്ത